ഹായ്, നമസ്കാരം. ഇത് രാജസ്ഥാനിലെ ജയ്സൽമീർ കോട്ടയുടെ മുൻവശമാണ് കേട്ടോ. ഞാനിപ്പം ഇതിനകത്തേക്ക് കയറാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. നിങ്ങളിപ്പം ഇതിനകത്തേക്ക് വാഹനങ്ങളൊക്കെ കയറി പോകുന്നത് കണ്ടോ? അതിനു പുറമെ ഈ മഞ്ഞ മണൽക്കല്ലിൻ്റെ അത്ഭുതങ്ങൾ. ഇവിടെ ഈ കോട്ടയ്ക്കകത്ത് ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അധികവും സ്ത്രീകൾക്കും അല്ലെങ്കിൽ പെൺകുട്ടികൾക്കും പറ്റിയ ഡ്രസ്സുകളുണ്ടോ അധികവും. ജയ്സൽമീറിലെ ഈ മഞ്ഞ മണൽക്കല്ലുകൾ മാത്രമല്ല കേട്ടോ ഇവിടുത്തെ ആകർഷണം. ഈ കാണുന്ന ശില്പങ്ങളും ഇവിടുത്തെ ആളുകളും അങ്ങനെ പലതും ശരിക്കും അത്ഭുതം തോന്നും കേട്ടോ ഈ കരവിരുത് കാണുമ്പോൾ. അതിനിടയിൽ തനി രാജസ്ഥാനി സംഗീതം പാടുന്ന ആളുകൾ, ഈ വയലിൻ പോലത്തെ ഈ വാദ്യോപകരണമില്ല, അതിന് രാവണാഥ എന്നാണ് കേട്ടോ പറയുക. നമ്മൾ ഈ ചരിത്രപരമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും പഴയ തന്ത്രിവാദ്യങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ നമ്മളിപ്പോൾ കണ്ട ഈ രാവണാഥ എന്ന് പറയുന്ന ഈ വാദ്യോപകരണം. ഒരുപാട് ആളുകളൊക്കെ ഉണ്ടെങ്കിലും ഇതിനകത്തൂടി നടക്കുമ്പോൾ ഒരു പഴയ കാലഘട്ടത്തിലൂടെ നടക്കുന്നതിൻ്റെ ഫീലാണ് കേട്ടോ. എല്ലാ വീടുകളും കെട്ടിടങ്ങളും എല്ലാം മഞ്ഞ, എന്നാൽ ഈ മഞ്ഞ കളറിലാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയും അമ്പലങ്ങളും വീടുകളും കടകളും എല്ലാം. അതിനിടയ്ക്ക് ഞാനൊരാളെ പരിചയപ്പെട്ടു. ഞാൻ വെറുതെ ഒന്ന് അതിൻ്റെ വില ചോദിച്ചതാണ്. ഞാൻ കുറേ സമയം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അധികം വിലയൊന്നുമില്ല കേട്ടോ, നല്ല ക്വാളിറ്റി ഡ്രസ്സുമാണ് കേട്ടോ. എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ജയ്സൽമീർ ഒന്ന് വരണം, എന്നിട്ട് ഇതിലൂടെ ഒന്ന് നടക്കണം. ഇവിടെ നിന്നൊക്കെ നോക്കിയാൽ ജയ്സൽമീറിൻ്റെ ഒരുവിധ എല്ലാ സ്ഥലങ്ങളും കാണാം കേട്ടോ. ഈ കാണുന്നതൊക്കെ ജയ്സൽമീറിലെ ഗോൾഡൻ സിറ്റിയാണ് കേട്ടോ. നമ്മൾ എവിടെ നോക്കിയാലും മലയാളികളുണ്ട് കേട്ടോ. ഇതൊക്കെ ഈ കോട്ടയ്ക്കകത്തെ മ്യൂസിയത്തിനുള്ളിലെ കാഴ്ചകളാണ് കേട്ടോ. ഞാനൊരു എന്താ പറയുക, നമ്മൾ വേറൊരു ലോകത്തെത്തിയ പോലെ തോന്നും ഇതിനകത്തേക്ക് കയറുമ്പോൾ. ഈ കോട്ടയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ കോട്ടയ്ക്കകത്ത് ഇന്നും ആളുകൾ താമസിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരു ലിവിങ് ഫോർട്ട് എന്ന് പറയും. അതായത് ജനസംഖ്യയുടെ ഒരു നല്ലൊരു ശതമാനവും ആളുകളും ഇപ്പോഴും ഈ കോട്ടയ്ക്കുള്ളിലാണ് താമസിക്കുന്നത്. ഇവിടെ ഇതിനകത്ത് വീടുകളും കടകളും ഹോട്ടലുകളും എല്ലാം ഉണ്ട്. ഏകദേശം വൈകുന്നേരമായിട്ടും എനിക്ക് ഈ സൂര്യൻ താഴ്ന്നത് വരെ ഇവിടെ കാത്തിരിക്കണം. അപ്പം ആ സമയം ഈ കാഴ്ചകളൊക്കെ മാറും. എന്തുകൊണ്ടാണ് ഇതിനെ ഗോൾഡൻ സിറ്റി എന്ന് വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഉയരത്തിലൊന്ന് നിൽക്കണം. ഇവിടെ നോക്കുമ്പോൾ തന്നെ ഒരു സ്വർണ്ണക്കടൽ പോലെ തോന്നും ഇല്ലേ? മഞ്ഞയ്ക്കെന്താ ഇത്ര പ്രത്യേകത അല്ലേ? ഈ മ്യൂസിയത്തിലേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം കേട്ടോ. അതിന് സമയമുണ്ട്. ഏതാണ്ട് ഒരു വൈകുന്നേരം 6 മണി വരെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ സ്കൂൾ കുട്ടികളാണ് കേട്ടോ. ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഏതാണ്ട് ഒരു 100 പേര് കാണും. എല്ലാവരും യൂണിഫോമിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. താഴെ നമ്മൾ കാണുന്ന ഓരോ വൻമതിലുകളും ആ കൂറ്റൻ കവാടങ്ങളും ഈ രാജകൊട്ടാരങ്ങളും ഒക്കെ ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഒരു സ്റ്റോൺ മാപ്പ്, അതും ആ മഞ്ഞക്കല്ലിൽ തന്നെയാണോ നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എനിക്ക് ഒന്നുകൂടി ഇവിടെ വരണമെന്ന്. ഈ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഗാഡീസർ ലേക്ക്. നമ്മൾ ഇന്നലെ കണ്ട ഹവേലിയാണ് കേട്ടോ ഇത്. പക്ഷേ ഇതിനകം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇത് പഴയതാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഒരു പുതുക്കി പണിതതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളൊക്കെ ഒരുപാട് പഴക്കമുള്ളതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ നോക്കിയാൽ ജയ്സൽമീർ ഫോർട്ട് നല്ല വ്യക്തമായി കാണാം. നിങ്ങൾ ഇവിടെ കണ്ടോ? നിങ്ങളിപ്പോൾ ഈ താഴെ കാണുന്ന കെട്ടിടങ്ങളുടെ മുകളിലുള്ള ഈ ഷീറ്റുകളൊന്നും ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടായിരുന്നല്ലേ. അതിനു പുറമെ ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഏത് സമയത്തും നമുക്ക് കയറി. പക്ഷേ അർദ്ധരാത്രിയൊക്കെ കയറിയാൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനി കുറച്ച് സമയം കൂടെ ഞാൻ ഇവിടെ ഉണ്ടാവും. ഇന്ന് ഇവിടത്തോട് കൂടെ പറഞ്ഞു. ഇന്ന് ഇവിടുന്ന് ഞാൻ ജയ്പൂരിലേക്ക് പോകും. പക്ഷേ പോകാൻ തോന്നുന്നില്ല. അത്രയും മനോഹരമായൊരു സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ജയ്സൽമീർ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ജയ്സൽമീറിലേക്ക് ട്രെയിൻ വന്നിറങ്ങുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതപ്പെടും. അത്രയും മനോഹരമാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. ഒരു എയർപോർട്ട് പോലെ എനിക്ക് തോന്നി. എല്ലാം മഞ്ഞ മണൽക്കല്ലിൽ തന്നെയാണോ നിർമ്മിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ സ്റ്റേഷൻ ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും പണി പൂർത്തിയായിട്ടില്ല കേട്ടോ. ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുക. എത്ര കാലം ഇത്ര വൃത്തിയോടെ ഇതേപോലെ നിൽക്കുന്ന എനിക്കൊരു സംശയം. എൻ്റെ കാഴ്ചപ്പാടിൽ ഇതേപോലെയൊക്കെയാണ് ഒരു റെയിൽവേ സ്റ്റേഷൻ ആകേണ്ടത്. ഞാൻ മാത്രമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഒട്ടുമിക്ക എല്ലാ ആളുകളും വീഡിയോ എടുക്കുന്നു, ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആ കോട്ടയിലേക്ക് നീളുന്ന ഒരു പാളം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് റെയിൽവേ സ്റ്റേഷനല്ല,
ആ കോട്ടയുടെ തന്നെ ഭാഗമാണെന്ന് നമ്മൾ വിചാരിച്ചു പോകും. അത്രയും സാമ്യമുണ്ട് ഇത് രണ്ടും തമ്മിൽ. കാരണം ഇത് രണ്ടും നിർമ്മിച്ചിരിക്കുന്ന ആ മഞ്ഞ മണൽക്കല്ലിൽ തന്നെയാണ്. ഈ സ്റ്റേഷനിൽ അത്ര വലിയ ബഹളങ്ങളൊന്നുമില്ല കേട്ടോ. ആളുകൾ വരുന്നു പോകുന്നു, എന്തോ ഒരു ശാന്തത. അതായത് ഇങ്ങനെ ഇരിക്കാൻ അത്ര വലിയ ബോറടിയൊന്നുമില്ല. എങ്ങനെ എത്ര വേണമെങ്കിലും അങ്ങനെ ഇരിക്കും. ട്രെയിൻ യാത്രകളുടെ ഏറ്റവും വലിയ ഭംഗി തന്നെ ഈ പ്രഭാതങ്ങളാണ് കേട്ടോ. ഞാൻ ഈ നോക്കി നിൽക്കുന്ന ജനലിനപ്പുറം പതുക്കെ ഉണർന്നു വരുന്ന പുതിയൊരു നാട്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇത് ജയ്സൽമീറിൽ നിന്ന് ജയ്പൂരിലേക്ക് പോകുന്ന വഴി കാണുന്ന ഒരു ലേക്കാണ് കേട്ടോ, സാമ്പാർ ലേക്ക്. നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവണം. ഇതൊരു ഉപ്പ് തടാകമാണ് കേട്ടോ, എന്നാൽ കടലുമല്ല. ഈ ലേക്ക് ഇവിടെ വന്ന് കാണണമെങ്കിൽ മിനിമം ഒരു ദിവസം തന്നെ വേണം. എന്തായാലും ഈ ലേക്ക് കാണണമെന്നുണ്ടായിരുന്നു, അത് കാണാൻ സാധിച്ചു. ഇവിടെ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്, സാമ്പാർ ലേക്ക് റെയിൽവേ സ്റ്റേഷൻ. ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് അകലെ സിന്ധി ക്യാമ്പ് എന്ന് പറഞ്ഞൊരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അതിനടുത്ത് എനിക്ക് റൂം കിട്ടി. അവിടുന്ന് അധികം താമസിയാതെ ഒന്ന് ഫ്രഷായി ഇപ്പം ഞാൻ പോകുന്നത് ഒരു ഫോർട്ട് കാണാൻ വേണ്ടിയിട്ട്. നഹർഗഡ് ഫോർട്ട്. ഇത് സിന്ധി ക്യാമ്പ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് ഒരു 4-5 കിലോമീറ്റർ അകലെയാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഈ ഫോർട്ട് ഒരു മലയുടെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു മല കയറി പോകണം. ഈ കയറ്റം കയറാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ബൈക്ക് കിട്ടും താഴെ നിന്ന്, ഈ മലയുടെ താഴത്തു നിന്ന്. ഒരു ഫിക്സഡ് ചാർജാണ് കേട്ടോ. പക്ഷെ ഞാൻ നടന്നു കയറുകയാണ് കേട്ടോ, എനിക്കതാ ഇഷ്ടം. അങ്ങനെ ഞാൻ ഈ നഹർഗഡ് ഫോർട്ടിൻ്റെ കവാടത്തിന് മുന്നിലേക്ക് നിൽക്കാം. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.